പശ്ചിമേഷ്യയിലെ ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന അമേരിക്കൻ പ്രമേയം ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതി ഇന്നലെ പാസാക്കി. ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന US പ്രമേയം ലോക രാജ്യങ്ങൾ അംഗീകരിച്ചു. വോട്ടെടുപ്പിൽ നിന്ന് റഷ്യ വിട്ടുനിന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരകര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ്? എന്തായാലും സെക്യൂരിറ്റി കൗൺസിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രമേയം പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞത്. റഷ്യ വിട്ടുനിന്നെങ്കിലും അമേരിക്ക വീറ്റോ ചെയ്തില്ല. ഒരു വീറ്റോ പവറുള്ള ഒരു രാജ്യവും ഇത് വീറ്റോ ചെയ്തില്ല എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയും അതേസമയം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇനി അടുത്ത നടപടി? ഈ സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയതുകൊണ്ട് മാത്രം ഈ നെതന്യാഹു ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങും എന്ന് അമേരിക്കയിൽ വിശ്വാസമുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. ഈ പ്രാവശ്യം ഇത് നടപ്പിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലിനും ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായിട്ട് അമേരിക്ക അവതരിപ്പിച്ച പ്രമേയമാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത്. ഈ പ്രമേയത്തെ നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ ആരും എതിർത്തിട്ടില്ല. എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രപ്പോസലൊക്കെ ആയതുകൊണ്ടായിരിക്കാം റഷ്യ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ നേരത്തെ ഇസ്രയേൽ ഒരു ഗത്യന്തരമൊന്നുമില്ലാതെ മനസ്സോടെ അംഗീകരിച്ചിരുന്നു. ഹമാസും ഇസ്രയേലും നിർദ്ദേശങ്ങൾ കാലതാമസമില്ലാതെ, നിബന്ധനകളില്ലാതെ, വിലപേശലില്ലാതെ അംഗീകരിക്കണമെന്നും ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെടിനിർത്തലിനായിട്ടുള്ള പ്രമേയത്തിന് പിന്നിൽ ലോകരാജ്യങ്ങൾ അണിനിരക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇരുവരും ഈ പ്രമേയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇസ്രയേൽ നടക്കുകയും ചെയ്യും. വെടിനിർത്തൽ നിർദ്ദേശത്തെ ഹമാസ് സ്വാഗതം ചെയ്തു. മധ്യസ്ഥരുമായി സഹകരിക്കുമെന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ പാസായ ഈ പ്രമേയത്തെ ഹമാസ് ഔദ്യോഗികമായി അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ടുള്ള ശ്രമങ്ങൾ ആന്റണി ബ്ലിങ്കൻ തുടങ്ങിക്കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. SKN 1200-ലധികം ഇസ്രയേൽ വംശജരെ ഹമാസ് കൊന്നതോടെ തുടങ്ങിയ ഈ യുദ്ധം 8 മാസം പിന്നിടുമ്പോൾ 37,000 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് ബന്ദികളാക്കിയവരിൽ 100 പേരെങ്കിലും ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇസ്രയേലും അമേരിക്കയും മുമ്പോട്ട് പോകുന്നത്. SKN. താങ്ക് യു, മധു കൊട്ടാരകര.